രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. രണ്ടാമത്തെ എന്തായിരുന്നു? രണ്ടാമത്തെ വെൻ നോ സെപ്പറേറ്റ് ബുക്സ് ഓഫ് accounts are maintained. അപ്പോൾ അടുത്ത ചോദ്യം ഉണ്ട്, ഇതിൽ തന്നെ 2 ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഏതാണെന്ന് സ്പെസിഫിക്കലി വ്യക്തമാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. എന്താ ഉദ്ദേശിച്ചത് ഇവിടെ? എന്താ സെപ്പറേറ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ആരാ ഉണ്ടാവുക? കോവെഞ്ചറുടെ ബുക്കിൽ അവർ 2 കോവെഞ്ചർ ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. അപ്പോൾ എ എന്ത് ചെയ്യും? ഈ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യും. ബിയും എന്ത് ചെയ്യും? അവരവരുടെ പ്രിമൈസിൽ, ഞാൻ പറഞ്ഞു ഇവരൊക്കെ ഓൾറെഡി ബിസിനസ് ഉള്ളവരാവില്ലേ, അവിടെ അക്കൗണ്ടൻ്റ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ അവരവരുടെ അക്കൗണ്ട്സ് തന്നെ സെപ്പറേറ്റ് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അടുത്ത ചോദ്യം, അവരവരുടെ മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു മെത്തേഡാണ്. എന്നാൽ അവരവരുടെയും മറ്റവരുടെയും ഓൾ ട്രാൻസാക്ഷൻ, മറ്റേതാണ് ഓൺ ട്രാൻസാക്ഷൻ. ഒന്നേതാ ഓൾ ട്രാൻസാക്ഷൻ, മറ്റേതാ ഓൺ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഏതാണ്? ഓൾ ട്രാൻസാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ എഴുതിക്കോ, ഈച്ച് കോവെഞ്ചേഴ്സ് റെക്കോർഡ് all transactions നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നില്ലേ? പിന്നെ അതുപോലെ ദുർഗയും കൂടെ. ഓക്കെ, വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ ആക്കാം. ഏതായാലും എഴുതണ്ടല്ലേ, ക്വസ്റ്റ്യൻ മാറ്റാം. ഓക്കെ, ഇവിടെ തൊട്ട് മുൻപ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇൻ ദി ബുക്സ് ഓഫ് ഇന്ന ആളുടെ എന്നില്ല, ഇൻ ദി ബുക്സ് ഓഫ് ഏതാണ്? ജോയിൻറ്റ് വെഞ്ചറാണ്. പക്ഷെ ഇവിടെ ആരുണ്ട്? കോവെഞ്ചേഴ്സിൻ്റെ സെപ്പറേറ്റ് തന്നെ എന്ത് ചെയ്യണം. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ ഇപ്പോൾ ആരാ? കൃഷുണ്ട്, പിന്നെ ആരുണ്ട്? ദുർഗയുണ്ട്. അപ്പോൾ നമ്മൾ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം. നോക്കൂ, ആദ്യം ഇൻ ദി ബുക്സ് ഓഫ് ആരുടെയാണ്? ദുർഗ, കൃഷ് എഴുതിക്കോ. ഇൻ ദി ബുക്സ് ഓഫ് കൃഷ്. ഇവിടെ ഇൻ ദി ബുക്സ് ഓഫ് ആരാ? ദുർഗ. ഇനി ശ്രദ്ധിച്ചോ, ഇൻ ദി ബുക്സ് ഓഫ് കൃഷിയിൽ അവരെന്തൊക്കെ ഉണ്ടാക്കും എന്നറിയോ? 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഒന്ന് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്, 2 ആരുടെ അക്കൗണ്ട്? ദുർഗയുടെ അക്കൗണ്ട്. കോമൺ സെൻസ്. ഓക്കെ, ആരുടെ അക്കൗണ്ടാ? ദുർഗ അക്കൗണ്ട്. അതേപോലെ ഇവിടെ എന്താ ഉണ്ടാവുക? ഇവർ 2 അക്കൗണ്ട്. ഒന്നേതാ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. 2 ഏതാ? കൃഷി അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ 2 അക്കൗണ്ടുകളാണുള്ളത്. ഒന്നേതാ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടും, പിന്നെ ഏതാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ദുർഗ പറഞ്ഞ ആരാ? കോവെഞ്ചർ, അത്രല്ലേ? ഇവിടെയും ആരാണ്? കോവെഞ്ചർ. അപ്പോൾ 2 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക. അതാ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടും, പിന്നെ അതാണ് കോവെഞ്ചർ. അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ഇവർ ഓൾറെഡി എന്താണ്? 2 പേരും ബിസിനസ് ചെയ്യുന്നവരാ. ഓക്കെ അല്ലേ? ഇപ്പോൾ പടക്ക കച്ചവടമാണെങ്കിൽ 2 പേരും പടക്ക കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ പടക്ക കച്ചവടം ഒരു സ്ഥലത്ത് എടപ്പാളിലൊരു പടക്ക കച്ചവടം ഓണവുമായി വിഷുവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്? ഓണത്തിന് പടക്കല്ലേ, വിഷുവിന് എന്ത് ചെയ്യാണ്? ഓണത്തിന് പടക്കം ഉണ്ടെങ്കിൽ പൊളിച്ചിരുന്നല്ലേ, വിഷുവിന് പടക്കം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പടക്കത്തിൻ്റെ കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ വേറെ പടക്കം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഓൾറെഡി അവർക്ക് 2 ഷോപ്പില്ലേ, ആ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ പ്രത്യേകിച്ച് ക്യാഷ് കൊടുന്ന് വെക്കുന്ന ഒരു പരിപാടിയില്ല. ഓക്കെ അല്ലേ? സാധനം കൊണ്ടുവരാം, വിൽക്കുമ്പോൾ ആരാണോ അവിടെ ഉള്ളത് അയാൾ പൈസ എടുക്കും, ചിലവ് വരുമ്പോൾ ആരാണോ അവിടെ ഉള്ളത് അയാൾ അതിൽ നിന്ന് പൈസ എടുക്കും. ഇതാണ് പരിപാടി. ക്യാഷ് പറഞ്ഞിട്ട് ജോയിൻറ്റ് വെഞ്ചറിനൊരു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടൊന്നും ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടൊന്നും പ്രിപ്പയർ ചെയ്യില്ല. മനസ്സിലായാ? വളരെ എളുപ്പമുള്ള പരിപാടിയാണ് ഈ പരിപാടി. ക്ലിയർ ആണോ? ഇപ്പോൾ ദുർഗ വന്നിട്ട് എന്ത് ചെയ്യും? ദുർഗ ചിലപ്പോൾ ഒരു 50,000 രൂപ ഗുഡ്സ് കൊണ്ടുവരും, കൃഷും ഒരു 50,000 ഗുഡ്സ് കൊണ്ടുവരും. പിന്നെന്താ അടുത്ത്? ചിലവ്. അപ്പോൾ ദുർഗയാണ് കടയുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം കൂലി ആര് കൊടുക്കും? ദുർഗ കൊടുക്കും. അന്നത്തെ ദിവസം ഫുൾ സെയിൽ ചെയ്ത് ഉച്ചവരെ ദുർഗ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഉച്ചവരെ കൃഷി ഉണ്ടായിരുന്നു. അതുവരെയുള്ള സെയിൽസിൻ്റെ എല്ലാ എമൗണ്ട് ആരും കൊണ്ടുപോകും? കൃഷി കൊണ്ടുപോകും. ഉച്ച കഴിഞ്ഞിട്ട് ആര് വന്നു? ദുർഗ. ആ ബാക്കിയുള്ള എമൗണ്ട് ആരും കൊണ്ടുപോകും? ദുർഗ. പിന്നെ സാധനം പർച്ചേസ് ചെയ്തു പിറ്റേ ദിവസം. അപ്പോൾ ദുർഗ ഉള്ളപ്പോഴാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ആരെ കയ്യിൽ നിന്ന് പൈസ എടുക്കും? ദുർഗയുടെ കയ്യിൽ നിന്ന് എടുക്കും. കൃഷിൻ്റെ കയ്യിൽ നിന്ന് എടുത്താൽ എന്ത് ചെയ്യും? കൃഷിൻ്റെ കയ്യിൽ നിന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇത്. മറ്റേതിനേക്കാൾ എന്താണ്? പണി കുറവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കോൺസെപ്റ്റ് ഇല്ല? ക്യാപിറ്റൽ എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ എന്ത് ചെയ്യണ്ട? പറയണ്ട. അപ്പോൾ ആദ്യത്തെ പോയിൻ്റായിട്ട് തന്നെ എഴുതിക്കോ. ഫസ്റ്റ് പോയിൻ്റായിട്ട് എഴുതിയ ദർ ഈസ് നോ കോൺസെപ്റ്റ് ഓഫ് there is no concept of capital contribution here. Concept of capital contribution here. Instead they supply goods from own store. അപ്പോൾ ഓൺ സ്റ്റോറിൽ സാധനം ഇല്ലെങ്കിലോ? ഓൺ സ്റ്റോറിലേക്ക് സാധനം എന്ത് ചെയ്യും? മേടിക്കും. അതിൻ്റെ ജേണൽ എൻട്രി ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അത് ഓൺലി സാധാരണ അവരുടെ കടകളിലേക്ക് മേടിക്കുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് എന്ന് എഴുതും. എന്നിട്ട് ആ ഗുഡ്സ് ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താണെന്ന് മനസ്സിലായി? ഗുഡ്സ് സപ്ലൈ ചെയ്യണം അല്ലേ? മറ്റേ ക്യാഷ് കൊണ്ടുവരണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഗുഡ്സ് എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് എഴുതാം. ഒന്നുമില്ല. ഇപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എഴുതാം. നമ്പർ 1 ഗുഡ്സ് സപ്ലൈഡ്. goods supplied by Ara Krish 20,000. അടുത്ത് ദുർഗ 30,000. ഓക്കെ, സിമ്പിൾ. രണ്ടുപേരുടെ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യണം? എഴുതണം. ലെഫ്റ്റ് എഴുതണം, ഏത് എഴുതണം? റൈറ്റ്. ഒരുമിച്ച് എഴുതിപ്പോ. പോസ്റ്റിംഗ് ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യണ്ടെന്ന് വയ്ക്കുക. ഓക്കെ അല്ലേ? ലെഫ്റ്റ് റൈറ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതിയാ? എന്താ വേണ്ടി? ഒക്കെ കഴിഞ്ഞിട്ട് മതി. എന്തായിരിക്കും ഇതിൻ്റെ ജേണൽ എൻട്രി ഒന്ന് പറയാൻ പറ്റുമോ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എപ്പോഴാണ്? രണ്ടുപേരുടെയും ബുക്സ് ഇല്ലേ? ഒരു പണി താന്തി, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ക്വസ്റ്റ്യനൊക്കെ ഒരുമിച്ച് അല്ല, ഞാൻ ഇവിടെ എളുപ്പത്തിന് ഇനി പിന്നെ അടിയിൽ പോയിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി. ഞാനിപ്പോൾ എന്ത് ചെയ്യാം? എഴുതാം. നിങ്ങൾ പിന്നെ എഴുതിയാൽ മതി പോരെ. ഇൻ ദി ബുക്സ് ഓഫ് ആരാ? കൃഷ്. ഇൻ ദി ബുക്സ് ഓഫ് ആരാ? ദുർഗ. ഇവിടെ 2 ആൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ആരാ? കൃഷി എത്ര രൂപയുടെ ഗുഡ്സാണ് കൊണ്ടുവരുന്നത്? 20,000. നിങ്ങൾ അയച്ചു. കൃഷിൻ്റെ അക്കൗണ്ട് തന്നെ ആവണം കേട്ടോ നിങ്ങൾ അല്ലേ?
ഈ ജോയിൻറ്റ് വെഞ്ചറിന് അതൊരു എക്സ്പെൻസ് അല്ലേ? അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സംശയമില്ലല്ലോ. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്, അപ്പോൾ ഇതിൽ ഒന്ന് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ എത്ര എമൗണ്ട്? 20,000. 2 ഗ്രേറ്റ് ഏതാ? പർച്ചേസ്. സംശയം എന്താ? എടാ ഈ കൃഷി ഓൾറെഡി പർച്ചേസ് ചെയ്ത ഗുഡ്സ് ഇല്ലേ? ഓൾറെഡി പടക്കം മേടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റർ എന്താ? അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അതിൽ നിന്നാണ് ഇവർ എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ 2 ഏതാണ്? പർച്ചേസ്. എമൗണ്ട് എത്ര വരും? 20,000. ക്ലിയർ? ഇനി രണ്ടാമത് ആര് കൊണ്ടുവന്നുണ്ട്? അടുത്തൊരു സാധനം 30,000 റുപ്യ ദുർഗ കൊണ്ടുവന്നുണ്ട്. ദുർഗ കൊണ്ടുവന്നാലും ആരും കൊണ്ടുവന്നാലും ഈ ബിസിനസ്സിന് അതൊരു എക്സ്പെൻസ് അല്ലേ? അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിന് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? എത്ര എമൗണ്ട്? 30,000. ഇത് ആര് കൊണ്ടുവന്നതാ? അപ്പോൾ 2 എന്തെഴുതണം? ദുർഗ എഴുതണം. എന്തുകൊണ്ട് ദുർഗനെ എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തെന്നുള്ള ആർക്കും ഡൗട്ടില്ലല്ലോ. 2 എക്സ്പെൻസാണ്. ആര് ചിലവഴിച്ചാലും ജോയിൻറ്റ് വെഞ്ചറിൻ്റെ എക്സ്പെൻസാണ്. ഇത് നമ്മളെ പർച്ചേസിൽ നിന്ന് പോയി, ഇതാരായി? ദുർഗായി. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി. കൃഷിനെ സംബന്ധിച്ചിടത്തോളം കൃഷിൻ്റെ ബിസിനസ്, അതിലാര് പൈസ ഇറക്കി അല്ലെങ്കിൽ ഗുഡ്സ് കൊണ്ടുവന്നു? ദുർഗ. അപ്പോൾ ദുർഗക്ക് എന്താണ്? ഒരു ലയബിലിറ്റിയാണ്. ദുർഗ ആരായി? ലയബിലിറ്റി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. കണ്ട? പുരിതാ? ഓക്കെ അല്ലേ? ഇതേപോലെ ആരുടെ ബുക്കിൽ എഴുതണം? ദുർഗ. 2 ട്രാൻസാക്ഷനുണ്ട്. ആദ്യം ആര് പൈസ മെറ്റീതതാ? സോറി, ആര് ഗുഡ്സ് കൊണ്ടുവന്നതാ? ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആരാ കൊണ്ടുവന്ന്? കൃഷ്. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ എൻട്രി, ഒന്നാമത്തെ ആണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും ജോയിൻറ്റ് വെഞ്ചർ എന്ത് വരും? അക്കൗണ്ട് ഡെപ്റ്റർ. ഇവിടെ എന്ത് വരും? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. കുഴപ്പമില്ലല്ലോ. ഓക്കെ. രണ്ടാമത്തെ 2 ദുർഗല്ലേ? സോറി, ദുർഗല്ലേ പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 2 പർച്ചേസ്. അവരെ എന്തിൽ നിന്ന് പോവും? ഗുഡ്സിൽ നിന്ന് പോവും. എന്നാൽ മറ്റേത് ആരാണ്? അപ്പോൾ ദുർഗ. നിങ്ങൾ ദുർഗയുടെ അക്കൗണ്ടൻ്റ് ആവുക. ദുർഗ നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആര് ഗുഡ്സ് കൊണ്ടുവന്നു? കൃഷി കൊണ്ടുവന്നു. അപ്പോൾ കൃഷി എന്താണ്? ഒരു ലയബിലിറ്റി ആയി മാറും. എമൗണ്ട് എത്രയാ? 20,000. ഓക്കെ ആണോ? ആലോചിക്കുക, സെറ്റാക്കുക. അപ്പുറത്തിപ്പുറത്ത് പറയട്ടെ. അടുത്ത് സെറ്റല്ലേ? രണ്ടാമത്തെ ട്രാൻസാക്ഷൻ. നിങ്ങൾ ട്രാൻസാക്ഷൻ എഴുതിക്കോളൂ. പോയിന്റ് നമ്പർ 2. എക്സ്പെൻസ് അല്ല, ഇനി ചിലവുകൾ വേണ്ടേ? ഇതാ എക്സ്പെൻസ് ഇൻകേർഡ്. കൃഷ് 10,000 രൂപ. വിവേക് 1,000. സോ വിവേകല്ല, നമ്മുടെ എക്സാമ്പിളിൽ ദുർഗ എത്രയാ? 5,000 രൂപ. ഇതേ സാധനത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റേണ്ടതല്ലേ ഇത്? അല്ലേ? ജോയിൻറ്റ് വെഞ്ചർ 2 പർച്ചേസ് എഴുതി. ഇവിടെ എന്ത് എഴുതാം? 2 ക്യാഷ്. ഇൻ ദി ബുക്സ് ഓഫ് കൃഷില്ലേ? കൃഷിൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ ചിലവഴിച്ചില്ലേ? കൃഷിന് ബാങ്ക് ഇല്ലേ? ക്യാഷ് ഇല്ലേ? കൃഷിൻ്റെ അക്കൗണ്ട്സ് ഇല്ലേ? അതിൽ ബാങ്ക് ഉണ്ടാവില്ലേ? അതിനാ പൈസ പോയത്. ആ ബാങ്ക് അക്കൗണ്ട് നമ്മളിവിടെ ഉണ്ടാക്കണം. അത് പോസിബിൾ അല്ല. കാരണം കൃഷിന് കുറേ പേഴ്സണൽ അല്ല, കൃഷിൻ്റേതായ മാത്രമായ ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? എന്തോ ഇല്ല. 10,000 പിന്നെ എത്ര? 5,000. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ എൻട്രി എന്താവും? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്.
എമൗണ്ട് എത്രയാണ്? 10,000 റുപ്യ. സ്വന്തം കയ്യിൽ നിന്ന് പൈസ പോയാൽ പിന്നെ ടു ക്യാഷ് തന്നെയല്ലേ എഴുതണ്ടേ? അടുത്ത രണ്ടാമത്തെ, ദുർഗ ചെലവഴിച്ചാലും എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്താ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ആണ്. പക്ഷേ ദുർഗ ആർക്ക് വേണ്ടി ചെലവഴിച്ചു? കൃഷിന് വേണ്ടി. അപ്പോൾ ദുർഗ കൃഷിൻ്റെ ആരാവും? ലയബിലിറ്റി. നേരത്തെ പോലെ തന്നെ ടു എന്താ എഴുതാം? ദുർഗ. എമൗണ്ട് എത്രയാണ്? 5,000. ഇനി ദുർഗയുടെ അക്കൗണ്ട്സിലേക്ക് വരാം. ദുർഗയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത എത്ര? 5,000 അല്ലേ? മറ്റേ ദുർഗക്ക് വേണ്ടി എന്തായി? കൃഷി എന്ത് ചെയ്തു? ചെലവഴിച്ചു. നിങ്ങളൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? യെസ്. ആ ട്രിപ്പ് പോകുന്ന അതേ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ദുർഗക്ക് വേണ്ടി കൃഷി ചെലവഴിച്ചു. അപ്പോൾ ട്രിപ്പിൻ്റെ ചിലവല്ലേ? ചിലവായതുകൊണ്ട് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. പക്ഷെ ആരാ കൊടുത്തത്? കൃഷിയാണ് കൊടുത്തത്. അപ്പോൾ കൃഷി എന്താണ്? ലയബിലിറ്റി. കൃഷി ആർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്? ദുർഗക്ക്. അപ്പോൾ ദുർഗയെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്താണ്? ലയബിലിറ്റിയാണ്. അപ്പോൾ ടു ഏതാണ്? കൃഷി. എമൗണ്ട് എത്രയാണ്? 10,000. അടുത്തേതാ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. ആരെ കയ്യിൽ നിന്ന് പൈസ പോയതാ? ദുർഗയുടെ. അപ്പോൾ ടു ഏതാണ്? ക്യാഷ്. എത്ര എമൗണ്ട് വരും? 5,000. ഓക്കെ അല്ലേ? നോക്കി സെറ്റാക്കി. രണ്ടും കൂടെ വേണമെങ്കിൽ കമ്പയർ ചെയ്തു. ഗുഡ്സ് പോയാൽ എന്തായി? പർച്ചേസായി. ക്യാഷ് പോയാൽ എന്തായി? ടു ക്യാഷായി. അത്ര വ്യത്യാസമുള്ളൂ. ഇപ്പോൾ സാധനത്തി ചിലവുകളൊക്കെ കഴിച്ച് ഇനി എന്ത് ചെയ്യണം? സെയിൽ ചെയ്യാം അല്ലേ? മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എഴുതിക്കോളൂ. തേർഡ് വൺ, സോൾഡ് ഗുഡ്സ് 70,000 ബൈ ആരാ? കൃഷ്. 50,000 ബൈ ആരാ? ദുർഗ. ഇപ്പോൾ മുകളിൽ എഴുതി ഇതേ നോളജ് പോലെ ഇതിന് ലെഫ്റ്റിൽ ഇന്ത്യ ബുക്സ് ഓഫ് ആരാണ്? കൃഷ് ആണെന്നുള്ള അറിയാലോ. ഈ ലൈൻ വരച്ചതിൻ്റെ ഈ ഭാഗം ആരാണ്? കൃഷ്. ഈ ഭാഗം ആരാണ്? ദുർഗ. നമുക്ക് കൃഷി എത്ര രൂപയുടെ സാധനം വിറ്റു? 70,000 രൂപ. കൃഷിന് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര എഴുതണം? 70,000. ഇതൊരു ഇൻകം ആയതുകൊണ്ട് ജോയിൻറ്റ് വെഞ്ചറിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. 70,000. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ശ്രദ്ധിച്ചോട്ടാ. ഇത് ആരുടെ ബിസിനസ്സായിട്ട്? കൃഷിൻ്റെ ബുക്സിലാകുമ്പോൾ ഇത് ആരുടെ ബിസിനസ്സായിട്ട് എടുത്താൽ മതി? കൃഷിൻ്റെ ബിസിനസ്. കൃഷിൻ്റെ ബിസിനസ്സിൽ ദുർഗ വന്നിട്ട് നിന്നിട്ട് ഇവിടുത്തെ 50,000 റുപ്യ ദുർഗ എടുത്തോണ്ടേ. ഓക്കെ അല്ലേ? എടാ സെയിൽ ചെയ്ത 50,000 രൂപയുടെ പൈസ ആർക്ക് കിട്ടി? ദുർഗക്ക്. അതല്ലേ? ഇത് മനസ്സിലായില്ലേ? 70,000. ഈ 70,000 ആരുടെ കയ്യിലാണ് പോയത്? കൃഷിൻ്റെ. അപ്പോൾ കൃഷിൻ്റെ ക്യാഷ് കൂടിയതായിട്ട് കാണിച്ചു. ഇനി കൃഷി തന്നെ നോക്കുമ്പോൾ കൃഷിൻ്റെ ബിസിനസ്സിൽ നിന്ന് 50,000 റുപ്യയുടെ ഗുഡ്സ് സെയിൽ ചെയ്തപ്പോൾ ആര് മേടിച്ചോണ്ടേ? ദുർഗ മേടിച്ചോണ്ടേ. ക്ലിയർ അല്ലേ? അപ്പോൾ എൻട്രി എന്ത് എഴുതാം? ദുർഗ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിൻറ്റ് വെഞ്ചർ. എമൗണ്ട് എത്രയാ? 50,000. ഓക്കെ അല്ലേ? അടുത്തേതാ? ദുർഗയുടെ അക്കൗണ്ട് അല്ലേ? ദുർഗയുടെ അക്കൗണ്ടിൽ കൃഷി, ദുർഗക്ക് വേണ്ടി കൃഷി എന്ത് ചെയ്തു? വിറ്റിട്ട് ആ പൈസ കൃഷി കൊണ്ടേ. അപ്പോൾ എൻട്രി എന്ത് വരാം? കൃഷ് അക്കൗണ്ട് ഡെപ്റ്റർ 70,000 ടു ജോയിൻറ്റ് വെഞ്ചർ. 70,000 തന്നെ. ഇവിടെ ക്യാഷ് ദുർഗ തന്നെ വിറ്റതാണ്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ജോയിൻറ്റ് വെഞ്ചർ 50,000. ഓക്കെ അല്ലേ? നല്ല ചിന്തിക്കും. ദുർഗനെ എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു? ദുർഗ അസറ്റാണ്. ഓക്കെ അല്ലേ? അസറ്റ് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്ത്? ഡെബിറ്റ് ചെയ്തു. എങ്ങനെ ദുർഗ അസറ്റാവും? കൃഷിൻ്റെ ബിസിനസ്സിലെ സെയിൽ ചെയ്തിട്ട് പൈസ ആരുടെ? ദുർഗയുടെ കയ്യിൽ. നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഓക്കെ അല്ലേ? ജേണൽ എൻട്രി ഉണ്ട്. അതിന് മുൻപ് നമുക്ക് ഈ അക്കൗണ്ടുകൾ എന്ത് ചെയ്യണം? വരയ്ക്കാം അല്ലേ? അല്ലടാ, ആരൊക്കെ അക്കൗണ്ട് വരയ്ക്കണം? ലെഫ്റ്റ് ഞാൻ ഓൾറെഡി ലെഫ്റ്റിൽ അറിയാം. ഇന്ത്യ ബുക്സ് ഓഫ് ആരുടെയാണ്?
കൃഷും പിന്നെ ഉണ്ട്. ഓക്കെ, ഇനി എൻട്രി ഉണ്ട്, എൻട്രി ഞാൻ പിന്നെ എഴുതിക്കോളാം. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ടുകളാണ് വരയ്ക്കേണ്ടത്? രണ്ടേ അക്കൗണ്ട്. ഒന്നേതാ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ഇവിടെയും എന്തുണ്ടാവും? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ഇത് ഏത് ബുക്കാണ്? ഇൻ ദി ബുക്സ് ഓഫ് കൃഷ് ആണെങ്കിൽ ഇത് ഏത് ബുക്സാണ്? ഇൻ ദി ബുക്സ് ഓഫ് ദുർഗ. ഓക്കെ അല്ലേ? അതേപോലെ അടുത്ത അക്കൗണ്ട് ഏതാ? ഇവിടെ കൃഷിയിൽ ഏത് അക്കൗണ്ട് ഉണ്ടാവും? ദുർഗയുടെ അക്കൗണ്ട് ഉണ്ടാവും. ഇൻ ദി ബുക്സ് ഓഫ് ദുർഗയിൽ ആരുടെ അക്കൗണ്ട് ഉണ്ടാവും? കൃഷിൻ്റെ അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, യെസ്. നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഇത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് ഏതാ? ഇൻ ദി ബുക്സ് ഓഫ് കൃഷി മാത്രം നോക്കട്ടെ. ഇനി ജോയിൻറ്റ് വെഞ്ചർ ടു ഏതാണ്? പർച്ചേസ്. പിന്നെ ജോയിൻറ്റ് വെഞ്ചർ ടു ഏതാണ്? ദുർഗ. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ ടു പർച്ചേസ് ടു ആരാ? ദുർഗ. ജോയിൻറ്റ് വെഞ്ചർ ടു പർച്ചേസ് എത്ര? 20, മറ്റേ 30 അല്ലേ? 20,000 പിന്നെ എത്രയും 30,000. ഞാൻ ചോദിക്കട്ടെ, ജോയിൻറ്റ് വെഞ്ചർ ടു പർച്ചേസ് ആണ്. ഈ പർച്ചേസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണോ ചോദിച്ചാൽ പോസ്റ്റ് ചെയ്യണം. പക്ഷെ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വിട്ടാളെ. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ടു ദുർഗയാണ്. ദുർഗയുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്ത് എഴുതണം? ബൈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. അപ്പോൾ ദുർഗ ആരായി? ലാബിലിറ്റി, ക്രെഡിറ്റ് ആണ് ബാലൻസ്. വിച്ച് മീൻസ് വിവേക് എന്ന് പറഞ്ഞു കൃഷി ആർക്ക്? ദുർഗയ്ക്ക് എമൗണ്ട് അങ്ങോട്ട് കൊടുക്കണം. എത്ര എമൗണ്ട്? 30,000. ഓക്കെ, ക്ലിയർ? രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഇത് രണ്ടും പോസ്റ്റ് ചെയ്തില്ല അപ്പോൾ. ഓക്കെ, സെറ്റ്. ഇനി എക്സ്പെൻസ് വരുമ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് ഇവിടെ എത്ര? ടു ദുർഗ. 10ഉം 5ഉം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ടു ക്യാഷ് എത്ര? 10,000. ടു ആരാ? ദുർഗ. എത്രയാ? അത് നമ്മുടെ ബിസിനസ് എക്സ്പെൻസാണ്. എക്സ്പെൻസുകളൊക്കെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അവിടെ? ഇല്ല. ദുർഗയുടെ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. അപ്പോൾ ദുർഗയ്ക്ക് ഇപ്പോൾ എത്ര രൂപ കൊടുക്കാനായി? 35,000 കൊടുക്കാനായി. ഓക്കെ, അപ്പോൾ 2 ഇനി മൂന്നാമത്തെ സെയിൽ ചെയ്തല്ലേ? ഫസ്റ്റ് എൻട്രി എന്താ? ക്യാഷ് ടു ജോയിൻറ്റ് വെഞ്ചറാണ്. പിന്നെ അടുത്ത് ദുർഗ ടു ജോയിൻറ്റ് വെഞ്ചർ. എന്തായാലും ജോയിൻറ്റ് വെഞ്ചറിൽ ബൈ എന്ന് പറഞ്ഞൊരു ക്യാഷും ദുർഗയും സെറ്റാക്കണം. ബൈ ക്യാഷ്. എത്ര രൂപയുടെ ക്യാഷാണ്? 70,000 അല്ലേ? ബൈ ആരാ? ദുർഗ. 50,000. ദുർഗടയിൽ എന്ത് എഴുതണം? ടു ജോയിൻറ്റ് വെഞ്ചർ 50,000. നിങ്ങൾ ഈ കോൺസെപ്റ്റ് നോക്കൂ. ദുർഗയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ദുർഗക്ക് അങ്ങോട്ട് കൊടുക്കാൻ എത്ര ഉണ്ടായിരുന്നു? 35,000. കൃഷിനെ സംബന്ധിച്ചിടത്തോളം കൃഷിൻ്റെ ബിസിനസ്സിൽ ദുർഗ 35,000 ചിലവഴിച്ചു. അതാണുള്ളത് അല്ലേ? അപ്പോൾ കൊടുക്കണ്ടേ? ഇതേ കൃഷി തന്നെ മറ്റൊരു ആംഗിളിൽ ചിന്തിക്കണം. എന്താ? 50,000 ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? വിറ്റിട്ട് ആ പൈസ ആര് കൊണ്ടുപോയിട്ടുണ്ട്? ദുർഗ. അപ്പോൾ ദുർഗ ഇനി എങ്ങോട്ട് തരണോ? നമ്മൾ ദുർഗക്കാണ്ട് കൊടുക്കണം. തരാനുള്ളത് 50 കൊടുക്കാനുള്ളത് എത്രയാണ്? 35. അപ്പം ഇനി എത്രയാണ് എമൗണ്ട് ബാലൻസ് വരാം? 15,000 രൂപ എന്ത് ചെയ്യുക? ബാലൻസ് വരാം. ക്ലിയർ അല്ലേ? ഇത് ബാലൻസ് ചെയ്യാനായിട്ടില്ല. വൈ? പ്രോഫിറ്റും കൂടെ അതിൽ എന്ത് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഇപ്പോഴുള്ള ഇൻഫർമേഷൻ വെച്ച് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ പോസ്റ്റിംഗ് കഴിഞ്ഞില്ലേ? CMAയുടെ കൊടുക്കും. നമ്പർ എത്ര? 96563074. അതവിടെ ഉണ്ട്.
പറയട്ടെ. ഇതേ സെയിൽ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ അല്ലേ? അല്ലടാ, ചെയ്തിട്ട് ഒക്കെ പോസ്റ്റ് ചെയ്തില്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം അല്ലേ? അപ്പോൾ ബാലൻസ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ വേണമെങ്കിൽ എഴുതാം. സ്റ്റെപ്പ് 1 ഏതാ? ബാലൻസ്. എന്ത് ബാലൻസ് ചെയ്യണം? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. എന്നിട്ട് അതിന് കിട്ടുന്ന പ്രോഫിറ്റോ ലോസോ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഓക്കെ ഓക്കെ. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് മക്കളെ, ജോയിൻറ്റ് വെഞ്ചറിൽ കിട്ടുന്ന പ്രോഫിറ്റ്, ജോയിൻറ്റ് വെഞ്ചറിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ ലോസ് കിട്ടും. എത്ര വരാം? ടോട്ടൽ 1,20,000 അല്ലേ? 1,20,000 നിന്നും ഇതൊക്കെ ലെസ് ചെയ്താൽ എത്ര കിട്ടും പറയും? 55,000 അല്ലേ? ഈ 55,000 ആർക്കൊക്കെ ഉള്ളതാണ്? നല്ലോണം ശ്രദ്ധിക്കണം. ദുർഗക്കും. എത്ര ഈക്വലിയാണ് അല്ലേ? എത്ര എമൗണ്ട് വരും 55,000 ഈക്വലി ആക്കാൽ? 27,500. ശ്രദ്ധിച്ചിരുന്നോ? 27,500. ടിസ്റ്റ് ഉണ്ട്, ശ്രദ്ധിക്കാം. ഒരു പോർഷൻ ആർക്കുള്ളതാ? ദുർഗക്ക്. അത് എന്തെന്നെ എഴുതാം? 2 എന്തെഴുതാം? ദുർഗ എന്നെഴുതാം. വൈ ദുർഗ ക്രെഡിറ്റഡ്? ദുർഗക്ക് നമ്മൾ പൈസ കൊടുക്കാണ്ട്. ഇറ്റ്സ് എ ലയബിലിറ്റി. ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യാം. ഇനി സ്വന്തം സാധനമല്ലേ, അത് 2 കൃഷ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമോ? ഇൻ ദി ബുക്സ് ഓഫ് കൃഷ് അല്ലേ? സ്വന്തം സാധനം അവരവരുടെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യട്ടെ? P&L അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യട്ടെ. അതോ അവരെ പ്രോഫിറ്റിന് കൂടെ എന്ത് ചെയ്യട്ടെ? കൂട്ടട്ടെ. P&L അക്കൗണ്ടിൽ എവിടെ ഇത് വരിക? ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ P&L അക്കൗണ്ട് എവിടെ വരിക? P&L അക്കൗണ്ട് എൻട്രി എന്താ? ഇപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു P&L എന്നല്ലേ ഇവരുടെ മാത്രം നോക്കുമ്പോൾ. അപ്പോൾ P&L എന്ത് എഴുതും? ബൈ ജോയിൻറ്റ് വെഞ്ചർ, വിച്ച് മീൻസ് അവരുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കൂടും. ഓൾറെഡി ഇവർക്ക് എന്തുണ്ട്? നോർമലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടക്ക കച്ചവടം ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടുന്നതിന് പുറമെ ജോയിൻറ്റ് വെഞ്ചറിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും അവരുടെ P&L വരണം. ലോജിക്കലല്ലേ? ഓക്കെ. അപ്പോൾ എൻട്രി കിട്ടി. എന്താ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു P&L ടു ആരാണ്? കോവെഞ്ചർ അല്ലേ? എഴുതട്ടെ? യെസ്. എന്താ എൻട്രി? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു P&L. സ്വന്തം പ്രോഫിറ്റ് 55,000 സ്വന്തം പ്രോഫിറ്റ് 27,500. ടു ആർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ്? ദുർഗക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ് 27,500. ഇപ്പോൾ P&L അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധരാവണ്ട. ദുർഗയുടെ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം? 27,500 വരണം. ഓക്കെ അല്ലേ? ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് പറയാം എത്ര വരും. ക്രെഡിറ്റാണ് കൂടുതലല്ലേ? കൊടുക്കാനാണ് ഉണ്ടാവുക. എത്ര ബാലൻസ് വരും? 12,500 അങ്ങോട്ട് കൊടുക്കാനാണ് അല്ലേ? കൊടുത്തോ ഇല്ലെന്ന് അറിയില്ല. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? 2 ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാം. കുഴപ്പമില്ലല്ലോ. അസ്യൂം ചെയ്യാണ് എന്ത് ചെയ്തു? പൈസ കൊടുത്തു. ഇല്ലെങ്കിൽ എന്താ എഴുതാം? 2 ബാലൻസ് ക്യാരിഡ് ഔട്ട്. അപ്പോൾ ഒരു എൻട്രി ഉണ്ട് അല്ലേ? ലാസ്റ്റ് എൻട്രി എന്താ? ദുർഗ അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. വൈ ദുർഗ ഡെബിറ്റഡ്? വി ഹാഡ് എ ലയബിലിറ്റി സെറ്റിൽ ചെയ്തു അല്ലേ? ക്രെഡിറ്ററിന് പൈസ കൊടുക്കുമ്പോൾ ക്രെഡിറ്റർ അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് അല്ലേ? അതേപോലെ തന്നെ. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പ് ഏതാ? സ്റ്റെപ്പ് 2 എന്താ? സെറ്റിൽമെൻറ്റ് ഓഫ് അസെറ്റ് ഓർ ഏതാണ്? ലയബിലിറ്റി. എന്താ അങ്ങനെ എഴുതാൻ കാരണം? ചിലപ്പോൾ അസെറ്റാവും, ചിലപ്പോൾ അങ്ങോട്ട് തരാനാണെങ്കിൽ അസെറ്റായി, അങ്ങോട്ട് കൊടുക്കാനാണ് എന്ത്? ലയബിലിറ്റി. അപ്പോൾ ഇവിടെ എൻട്രി എന്താ വരിക? ദുർഗ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എമൗണ്ട് 12,500. സിമ്പിൾ അല്ലേ? ഫോളോ ചെയ്യുന്നില്ലേ? ഇനി അതേപോലെ അടുത്ത് നിങ്ങളൊന്ന് പറയില്ലേ? അപ്പോൾ ഇത് ഫുൾ ചെയ്ത് ഇനി ആരുടെ ചെയ്യണം? അതേപോലെ ദുർഗയുടെ ചെയ്യണം. ഓക്കെ ആണോ? ചെയ്യല്ലേ? ഓരോ എൻട്രി. ഫസ്റ്റ് എൻട്രി എന്താ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു കൃഷ്. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു പർച്ചേസ് 20-30. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു കൃഷ് എത്രയാ? 20,000. ടു ഏതാ? പർച്ചേസ് എത്രയാ? 30,000. കൃഷി അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ ജോയിൻറ്റ് വെഞ്ചർ എത്രയാ? 20,000.
ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എക്സ്പെൻസ് മെറ്റ് ചെയ്യുമ്പോഴാണ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ് ടു കൃഷി ടു ഏതാണ് ക്യാഷ്. 10 പിന്നെ എത്ര 5. ഓക്കെ അല്ലേ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ് ടു ഏതാണ് കൃഷി എത്രയാ 10,000 ടു ഏതാണ് ക്യാഷ് എത്രയാ 5,000. കൃഷിയിൽ എന്ത് എഴുതണം ബൈ ജോയിൻറ്റ് വെഞ്ചർ എത്രയാ 10,000. കുഴപ്പമില്ലല്ലോ. ദെൻ ലാസ്റ്റ് സെയിൽ ചെയ്യുന്ന എൻട്രി അല്ലേ. എൻട്രി എന്താ കൃഷി അക്കൗണ്ട് അപ് ടു ജോയിൻറ്റ് വെഞ്ചർ ബൈ ഏതാണ് പിന്നെ ക്യാഷ് അക്കൗണ്ട് അപ് ടു ജോയിൻ. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ എന്ത് എഴുതണം ബൈ കൃഷി എഴുതണം ബൈ ക്യാഷ് എഴുതണം. 70-50 അല്ലേ. ബൈ കൃഷി 70,000 ബൈ ക്യാഷ് 50,000. കൃഷി അക്കൗണ്ടിലപ്പോൾ എന്ത് എഴുതണം ടു ജോയിൻ വെഞ്ചർ എത്രയാ 70,000. ഓക്കെ ആണോ? ഇതേപോലെ സ്റ്റെപ്പ് അല്ലേ. ഏത് സ്റ്റെപ്പ് 1 തന്നെയാണ് ബാലൻസ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ഓക്കെ, സ്റ്റെപ്പ് 1 റിപ്പീറ്റ് ചെയ്യുന്നില്ല, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഏതാ ബാലൻസ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ഇത് വേഗം പറയും. 55,000 തന്നെ പ്രോഫിറ്റ് കിട്ടണം. ക്ലിയർ അല്ലേ? ഇത് രണ്ടും വെവ്വേറെ ബിസിനസ്സാണോ? അല്ലല്ലോ. ഒരേ ബിസിനസ്സിനെ 2 പേരുടെയും അക്കൗണ്ടൻറ്റ് റെക്കോർഡ് ചെയ്തെന്നുള്ളതുകൊണ്ട് വ്യത്യസ്ത പ്രോഫിറ്റ് വരാൻ പാടോ? ഇല്ല, സെയിം ആണ്. അപ്പോൾ ഇതിനൊന്നുകൂടെ ആക്യുറസി എന്ത് ചെയ്യും കൂടും. ക്ലിയർ? യെസ്. അപ്പോൾ എത്ര പേര് 55,000. ഇതിൽ ആർക്കൊക്കെ ഉണ്ട്? ഇതിപ്പോൾ ആരുടെ ബുക്കാണ്? ഇന്ത്യ ബുക്സ് ഓഫ് ദുർഗ അല്ലേ. ദുർഗയുടെ എമൗണ്ട് എവിടേക്കാ? ദുർഗയുടെ P&L. ബാക്കി എമൗണ്ട് ദുർഗ ആർക്ക് കൊടുക്കാനുള്ളതാ? കൃഷിന് കൊടുക്കാനുള്ളത്. ഓക്കെ അല്ലേ? എത്ര എമൗണ്ട്? 27,500 27,500. ജേണൽ എൻട്രി എന്താ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റർ ടു P&L ടു കൃഷി. പറഞ്ഞെന്താ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റർ ടു P&L ടു ഏതാണ് കൃഷി. എമൗണ്ട് എത്രയായിരുന്നു? മൊത്തം 55,000 അല്ലേ. 27,500 27,500. ഓക്കെ അല്ലേ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ ബാലൻസ് കഴിഞ്ഞു. P&L അക്കൗണ്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. കൃഷി അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഇനി എമൗണ്ട് എത്ര കൊടുക്കണം? 27,500 കൂടെ കൊടുക്കണം കൃഷിന്. ഓക്കെ അല്ലേ? ബാലൻസ് ചെയ്തോളൂ. കൂടുതൽ വരും എവിടെ? ഡെബിറ്റിലാണ് അല്ലേ. അല്ലേ 12,500 എന്താ? കൃഷി ഇങ്ങോട്ട് തരണം. ബൈ എന്ത് പറഞ്ഞ് എഴുതണം? ക്യാഷ്. അപ്പോൾ എൻട്രി എന്താ? സ്റ്റെപ്പ് 3 അല്ലേ. എമൗണ്ട് റിസീവ്ഡ് ഫ്രം എവിടുന്നാ? കൃഷി. എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു കൃഷി. അങ്ങനെ ആവണ്ടേ? ഇവിടെ ഇയാൾക്ക് പേയ്മെൻറ്റ് ദുർഗക്ക് പൈസ കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഇയാളുടെ എന്താണ് ക്യാഷ് കിട്ടാൻ ദുർഗയിൽ നിന്നല്ലേ അല്ലേ. ക്ലിയർ? ദുർഗയിൽ നിന്നല്ല, കൃഷിയിൽ നിന്ന്. ഡൗട്ടുണ്ടോ? ഇത് ലെഫ്റ്റിലുള്ള ആരുടെ ബുക്കാ? കൃഷിൻ്റെ. അപ്പോൾ കൃഷി ദുർഗക്ക് എത്ര കൊടുക്കാനുണ്ടെന്നാ പറഞ്ഞ്? 12,500. 12,500 ഏത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസാണ്. എന്നാൽ മറ്റടുത്ത് 12,500 ഏതാണ്? അങ്ങനെ തന്നെയല്ലേ. ഞാൻ ഇപ്പോൾ നിനക്ക് തരാണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ നിന്ന് കിട്ടാണ്ടെന്നല്ലേ. എനിക്ക് അസറ്റാണ്, എനിക്കിവിടെ ലയബിലിറ്റി ആണെങ്കിൽ മറ്റാൾക്ക് എന്തായിരിക്കും? അസറ്റായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് പെർഫെക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഒന്നെന്താണ്? ജോയിൻറ്റ് വെഞ്ചർ ബാലൻസ് അവിടെ എത്രയാണ്? 55 അല്ലേ. അതേപോലെ കോ വെഞ്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള എമൗണ്ട് എന്തായിരിക്കും? കൊടുക്കാനുള്ളത് കിട്ടാനുള്ളത് സെയിം ആയിരിക്കും. ദാറ്റ്സ് ഓൾ.